പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒരു ബിഗ് സർപ്രൈസ് വരുന്നുണ്ട്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി. നല്ല തിരക്കുള്ള ദിവസങ്ങളായിരുന്നു 3-4 ദിവസം. പിന്നെ മോളുകുട്ടിക്ക് പരീക്ഷ ഇടയ്ക്ക് നടക്കുന്നതുകൊണ്ട് നമ്മൾ കൊച്ചിനെ കൂടുതൽ ശല്യം ചെയ്തില്ല. കാരണം എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ മോളാണല്ലോ. അതുകൊണ്ടാണ് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. വീഡിയോ ഇടാത്ത എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോടെല്ലാം ഒരു ക്ഷമ ചോദിക്കുന്നു ആദ്യം തന്നെ. ഇന്നത്തെ നല്ലൊരു വീഡിയോ ആയിരിക്കും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒരു ബിഗ് സർപ്രൈസ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ തിരക്കിൽ തന്നെയായിരുന്നു നമ്മൾ 3-4 ദിവസം. കൂടുതലും അതിന്റെ പുറകെയായിരുന്നു കേട്ടോ. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് അടുത്ത ദിവസത്തെ, ഇപ്പം നമ്മുടെ ഈ അടുത്ത വീഡിയോ അല്ല, അതിന്റെ പിന്നത്തെ വീഡിയോയിലൊക്കെ വരും അല്ലേ? അതെ അതെ, ഒരു മാസത്തിനുള്ളിൽ നിങ്ങളെ എല്ലാരെയും കാണിച്ചു തരുന്നതായിരിക്കും അതെന്താണെന്നുള്ളത്. അതെ, ഒരു മാസം ഒന്നും വേണ്ട മോളെ. ഒരു മാസം ഒന്നും വേണ്ട, അല്ല ഉള്ളിൽ ഞാൻ പറഞ്ഞേ. അല്ലേ? അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. അപ്പം അച്ഛമ്മ കയറി വന്നിട്ട് കുറേ ദിവസമായി. അപ്പം അച്ഛമ്മേനെ ഒന്ന് കാണണം, അച്ഛമ്മ എന്നാ എടുക്കുന്നതെന്ന് അറിയണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലെ കുറേ വിശേഷങ്ങളുണ്ട്. പിന്നെ പൊന്നുമൊക്കെ വിളിക്കുന്നുണ്ട്, മോന് വിളിക്കുന്നുണ്ട്. മോനുവിനും എക്സാമോ ഏതാണ്ട് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ അവൻ അനാട്ടമി ക്ലാസ്സിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ പഠിക്കാനുണ്ട്, അത് എഴുതാനുണ്ട്. അവൻ ഭക്ഷണത്തിന്റെ ആ ഒരു ടൈമിൽ കോളേജിൽ നിന്ന് ഹോസ്റ്റലിൽ വരുമ്പോഴാണ് നമ്മളെ വിളിക്കുന്നത്. അതും വിളിച്ചാൽ ആശാന് തിരക്കാണ്, ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്, പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സമയം കിട്ടുമായിരുന്നെങ്കിൽ അവനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് വീഡിയോ അവൻ എടുത്തിട്ടേരും. ഒന്നും എടുക്കാനൊന്നും നേരമില്ല, എഡിറ്റ് ചെയ്യാൻ നേരമില്ല. ഇപ്പൊ പഴയ പോലെ അല്ല, ചെന്നൊരു 3-4 മാസം ആയപ്പോഴത്തേക്ക് ഒരുപാട് പഠിക്കാം. ക്ലാസ് ഒക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ആശാനങ്ങ് തിരക്കായി പോയി. അപ്പം എന്തായാലും ഈ 3-4 ദിവസം നമ്മള് ബെൻഡിങ് വന്നാലും ഇത് ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. നേരെ വീഡിയോയിലേക്ക് പോകും. കുട്ടേട്ടനൊന്നും പയ്യെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ അച്ചമ്മ വീടിൻ്റെ തൊട്ടടുത്തുള്ള പറമ്പെല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ടല്ലേ. മെഷീൻ അടിച്ചേ, മെഷീന് കാളൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. തെങ്ങും റംബുട്ടാൻ പോയടത്തെല്ലാം പുതിയ തൈ കൊണ്ടുവച്ചല്ലേ? അങ്ങനെ അധികം പോയില്ലായിരുന്നു, 1-2 ഒക്കെ പോയുള്ളായിരുന്നു. അതെല്ലാം മാറി വെച്ചു. കഴിക്കാൻ തുടങ്ങി, എല്ലാം കഴിക്കാൻ തുടങ്ങി. തെങ്ങും വീടിന്റെ ഇവിടെ അങ്ങോട്ട് ഇനി അടഞ്ഞു മൂടും. തെങ്ങും ഇതെല്ലാം കൂടെ കയറി കഴിയുമ്പോൾ ഒരു വെട്ടക്കുറവായിരിക്കും അല്ലേ? ഇതുകൊണ്ടോ പറമ്പ് കാണിച്ചു തരാവേ. ഇതുകൊണ്ട് നല്ല ക്ലീനാക്കി എല്ലാം നല്ല വെട്ടിപ്പറക്കിയിട്ട് കേട്ടോ. അതുകൊണ്ട് നല്ല വെട്ടമാണ് ഇങ്ങോട്ട് വരുമ്പം. ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ടേ എല്ലാം തെളിച്ചിട്ടാൽ അവിടെ കിടന്നോളൂ അതേപടി. മഴക്കാലത്തല്ലേ കാട് കൂടുതൽ പിടിക്കുന്നത്. എന്നാ നോക്കുന്ന മണ്ടയിലോട്ട് ഞാൻ വെച്ചതങ്ങ ആണോ? ഇത് നമ്മുടേതാണ് കേട്ടോ. ഇതുണ്ട് ഈ തെങ്ങ്. ഒരു കായേ ഉള്ളോ? തെങ്ങ് ചാച്ചൻ മരിച്ചപ്പോൾ മരിച്ചപ്പോഴേ ഒരു മെച്ചിങ്ങ ഉണ്ടായിരുന്നു. ഈ അപ്പുറത്തെ പറമ്പിൽ വെച്ച കൂടെ തന്നെയാണ് കേട്ടോ വെച്ചത്. അവര് വെച്ച കൂടെ ആ ഒരു വർഷം തന്നെയായിരുന്നു വെച്ചത്. ഈ സൈഡിൽ ഒരു മെച്ചിങ്ങ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ പണികളൊന്നും ചെയ്യുന്നില്ല. പുള്ളിയൊക്കെയാണ് മരുന്നടിയും വളപിടിയിലും എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മളിത് വെച്ചതല്ലാതെ പിന്നെ അമ്മ വല്ലപ്പോഴും അതിന്റെ അരിയാടെയൊക്കെ പറിച്ചു കളയും. എല്ലാം തെളിച്ച് പറിക്കൊക്കെ ഇടും അല്ലേ? തെളിച്ച് പറിക്കും. എന്തായാലും 2 കൊല്ലത്തിനാവും അതിൽ നല്ലപോലെ കായാകും. നനയ്ക്കാൻ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. വെള്ളവും ചാണകപ്പൊടിയൊക്കെ ഇടുവാണേലേ കായാകും. അന്നേരം നമ്മുടെ തെങ്ങും നല്ലോണം വളരട്ടെ. ഇപ്പുറത്തെ സൈഡിലുണ്ടോ? മണ്ടയിൽ പറഞ്ഞുണ്ടോ? ഒരു കായ പിടിച്ചുള്ളെങ്കിലും സ്വന്തമായിട്ട് വെച്ച് കഴിയുമ്പോഴേ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമല്ലേ അല്ലേ? 2018 വെച്ചതാ. അച്ഛമ്മയെ കണ്ടില്ല കേട്ടോ. ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നമ്മൾ വിളിച്ച് നോക്കാം. ചിലപ്പം പറമ്പിലായിരിക്കും, കാപ്പിക്കുരുവൊക്കെ പറക്കാൻ പോയതായിരിക്കും. കുട്ടിയേട്ടൻ അന്നേരം ഒരു വാഴക്കൊല ഇവിടെ നിൽപ്പുണ്ട്, വെട്ടിയെടുക്കാൻ അമ്മ പറഞ്ഞു കേട്ടോ. അതെ, നമ്മുടെ എസ്റ്റേറ്റാണിത്. നല്ലോണം കുരു കിട്ടി അല്ലേ? 30,000 രൂപ കുരുവരും കാണും. നല്ലപോലെ നിറച്ചുണ്ടാകുമ്പോഴേ അടുത്ത വർഷം അതിനും കൂടുതൽ കാണും. നല്ല കാലാവസ്ഥ ഈ പ്രാവശ്യം അല്ലേ? അതെ. ഈ ഒരു മഴയും കൂടെ പെയ്ത പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ അമ്മ ഒരു വാഴക്കൊല വെട്ടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അത് മൂത്തില്ലായിരുന്നു. നമ്മൾ വന്നപ്പോൾ മൂത്തില്ലായിരുന്നു. ഇത് നമ്മളൊരു പൊടുങ്ങുപോലെയാണ് വെട്ടിക്കൊണ്ട് പോയത്. അതെ, ഇത് നമുക്ക് വെട്ടിക്കൊണ്ട് പോയത്. ഇത് നിർത്തി കഴിഞ്ഞാൽ ഇനി കിട്ടുകയില്ല. കാരണം മക്കളെ ഒത്തിരി പേരുള്ളതുകൊണ്ട് വരുന്നവർ ഓരോന്ന് വെട്ടിക്കൊണ്ട് പോകും. പോകും. അതുകൊണ്ട് നമ്മൾ 2 ദിവസം മുമ്പേ വന്നതാണ്.
അല്ലേ നമുക്ക് കിട്ടിയല്ലേ. മക്കളും കൊച്ചുമക്കളും ഒക്കെ വരുമ്പോൾ ഓരോ കൊലയൊക്കെ അച്ഛമ്മ കൊടുത്തിടും കേട്ടോ. അച്ഛമ്മയുടെ കുരുമുളക് പറിച്ചില്ലേ? മണ്ടയിലൊക്കെ കിടക്കുന്നതായിരിക്കും. താഴത്തെ കയ്യെത്തുന്നൊക്കെ അച്ഛമ്മ പറിച്ചു. ഇതുണ്ടോ കുരുമുളക്? കൈ എത്തുന്നിടം വരെ പറിച്ച് നിർത്തിയേക്കും കേട്ടോ. മണ്ടയിലേ ഉള്ളൂ ഇനി പറിക്കാൻ. അതിനിപ്പോൾ ആരുടെയും സഹായം ഇല്ലാതെ പറിക്കാൻ പറ്റത്തില്ല. ഇത് പറിച്ചെടുക്കണേലും ഇച്ചിരി പാടാ. പഴുത്ത് നല്ലതായിട്ട് ഉണ്ടോ? അതെവിടെയാ? പാളയംകോടനല്ലേ? അച്ഛമ്മ ഓടിക്കും കേട്ടോ. കുരുമുളക് പഴുത്ത് കിടക്കുന്നു, വാഴക്കൊല എവിടെയൊക്കെ നിപ്പുണ്ട്, തെങ്ങ കായുണ്ടോ, കാപ്പിക്കുരു നിപ്പുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ട് വന്നാൽ അച്ഛമ്മ വല്ലതും കല്ലും പറക്കി എറിയും. ഞാനെങ്ങനെയാണ് അങ്ങോട്ടൊന്ന് വരുന്നത്? ഇതാണ് നമ്മുടെ വാഴക്കൊല കേട്ടോ. നമ്മൾ വെട്ടാൻ വന്ന കൊല നല്ലോണം മൂത്ത് നിൽക്കും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കുറച്ച് മൂപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് നമ്മൾ നിർത്തിയിട്ട് പോയതാ. അതിൻ്റെ ചുണ്ട് പോലും ഒടിച്ച് കളഞ്ഞില്ലല്ലേ? നല്ലോണം മൂത്തിട്ടുണ്ട്. എന്നാൽ വെട്ടി തകർത്തു. മുഴുത്തോല താഴെ വീഴാതെ വെട്ടിയെടുത്തു കേട്ടോ. പിടിക്കണോ ഞാൻ? അമ്പടോ. നമ്മുടെ വാഴക്കൊല ഇതാണ്. ഇപ്പം വേനൽക്കാലമായോണ്ടേ നല്ല വിലയാ കായ്ക്കൊക്കെ. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ 60 രൂപ വില ഇവിടെ. 1 കിലോയ്ക്കല്ലേ? 1 കിലോയ്ക്കല്ലേ 60? വാഴ വെട്ടി മറിച്ചിടാൻ പോവാം കേട്ടോ. അല്ല പിന്നെ അച്ചമ്മയ്ക്ക് അത് പണിയാണ്. ഇങ്ങനെ നിർത്തിയിട്ട് പോയാൽ പിന്നെ അച്ചമ്മ തന്നെ വന്ന് കിടന്ന് വെട്ടണം. അതുകൊണ്ട് വെട്ടി കളഞ്ഞിട്ട് പോവുകയാണെങ്കിൽ അച്ചമ്മയ്ക്ക് എളുപ്പമാവും. വാഴക്കൊല വെട്ടി ചുമ്മാടൊക്കെ ഉണ്ടാക്കി തലയിൽ വെച്ചുകൊണ്ട് കയറി വരുന്നുണ്ട്. കരികലെ തെന്നിയിട്ടുണ്ടോ വീണത് തന്നെ. മുള്ളിൻ്റെ പുറത്തിരിക്കും. മുള്ളുകരിയാണ് കെട്ടിയേക്കുന്നത്. പുള്ളി ഒരുപാട് കൃഷികളൊക്കെ വെച്ചപ്പോഴത്തേക്ക് ഇത് അടച്ചു കെട്ടി മുള്ളുവേരി കിട്ടും. അല്ലെങ്കിൽ നമ്മളൊക്കെ പേടിക്കണ്ടായിരുന്നു. ഇപ്പൊ അച്ചമ്മയാണെങ്കിൽ ഈ വഴിക്ക് വരുമ്പോൾ എല്ലാം തിന്നിയും കാല് തിന്നിയാലേ അല്ലെ വല്ല തകിടോ എന്തെങ്കിലും വെച്ച് സംരക്ഷണം കൊടുക്കണം. മറിക്കണം അല്ലേ? മറിക്കണം. വലിയ പാടാ. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. മുള്ളു കൊള്ളുമെന്നുള്ള പേടി. അപ്പോൾ അച്ചമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ വഴിക്ക് ഇറങ്ങി വരും. അല്ലെ ഈ വഴിക്ക് യാത്രക്കാരില്ല. ഇതിലെ സ്ഥിരം നമ്മുടെ കരോട്ടത്തെ മലയെ കിടന്ന ആൾക്കാരെല്ലാം വെള്ളത്തിന് വന്നുകൊണ്ടിരുന്നത് ഇവിടെയാണ്. ഈ താഴെ കണ്ടത്തിൽ താഴെ ഒരു കുഴിയുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ സ്ഥലമൊക്കെ മേടിച്ച് കുളമൊക്കെ കുത്തി എല്ലാവർക്കും ആയത്. അതെ. പഴയ കാലത്ത് എൻ്റെയൊക്കെ കുഞ്ഞിലെ ഞങ്ങളിവിടെ താമസിക്കുമ്പോൾ ഇതിലെ സ്ഥലം കൊണ്ട് രാവിലെ വെള്ളം കയറിക്കൊണ്ട് കയറി പോകുന്നതാണ്. ഓരോരുത്തരെ അപ്പം ഞാൻ തലയെ വെച്ചോണ്ടേ വർത്തമാനം ഒത്തിരി പറയുന്നില്ല. ഇവിടുന്ന് കൊല ഫ്രീ ആയിട്ട് കിട്ടിയാലും ഈ ചുമന്ന് ഈ മലയുടെ നെറുകെ കയറ്റുമ്പോഴത്തേക്ക് നമുക്കൊരു തെച്ച് പണിയാണ്. അച്ചമ്മ കാര്യം ഫ്രീ ആയിട്ടൊക്കെയാണ് തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വെട്ടാൻ വരാം. നമ്മുടെ മുളക് പറിച്ച് വെയിലത്തിട്ടേക്കുക കേട്ടോ. നമ്മുടെ ഈ വർഷത്തെ മുളക് നമ്മൾ മൊത്തം പറിച്ച് കഴിഞ്ഞു. പറിച്ചുണങ്ങി കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കൊച്ചു പെരയ്ക്കകത്തുണ്ട്. കൊച്ചിനെ വിളിക്കുക. രാവിലെ എന്നാ പരിപാടിയാ? രാവിലെ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് രാമൂട്ടി പോയായിരുന്നേ. അന്നേരം അമ്മ കുറച്ച് പുളി അവിടെ കുത്തി വെച്ചിരുന്നു. തൊണ്ടൊക്കെ കളഞ്ഞ് വാളംപുളി രസമുണ്ട്, കാണാൻ തന്നെ രസമുണ്ട്. ഇപ്പൊ 1 കിലോ ഉണ്ട് സാധനം. ഇതങ്ങോട്ട് അമ്മ എത്ര നേരം കുത്തിപ്പിടിച്ചിരുന്ന് കളഞ്ഞാണ് ഇതിന്റെ കുരു അല്ലേ. എനിക്ക് സമയമില്ലാത്തോണ്ട് അമ്മ ആ കുരുവെല്ലാം കളഞ്ഞ നാരെല്ലാം പറിച്ച് കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചേക്കുവായിരുന്നേ. അന്നേരം ഞാൻ അത് ഉപ്പൊന്ന് തിരുമ്മി വെക്കാൻ നോക്കണ്ട. ചെറിയ പാത്രത്തിലിട്ടെ അത് തിരുമ്മാൻ പാടും. ഈ വലിയ പാത്രത്തിലോട്ട് ഇട്ടേ ഉപ്പ് തിരുമ്മി വെക്കാൻ നോക്കണ്ടായിരുന്നു. ഇങ്ങനെയാണ് നമ്മളിവിടെ പുളി സൂക്ഷിക്കുന്നത് കേട്ടോ. വാളംപുളി. ഈയിടെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു കോൽപ്പുളി തരുമോ എന്ന് ചോദിച്ചു. ഈ കോൽപ്പുളി എന്ന് പറയുന്ന വാളംപുളിക്കാ. എന്നാ പാലക്കാടോ വയനാടോ അങ്ങനെയാണ് അവർ താമസിക്കുന്നത്. അവരെന്നോട് കോൽപ്പുളി തരാമെന്ന് ചോദിച്ചു. ഇതുണ്ടോ ഇതുപോലെ ഉപ്പ് അങ്ങോട്ട് ശരീരത്തിൽ തൂക്കി കൊടുക്കും. എന്നിട്ട് തിരുമിയിട്ട് എടുത്തു വെക്കും. രാമയുടെ വീടിന്റെ താഴെ ആക്രമിക്കൊരു പുളിയുണ്ട്. അതേന്നോ? അതെ.
ആ അത് വാട്ടർ അതോറിറ്റിയുടെ അല്ലേ? വാട്ടർ അതോറിറ്റി അല്ല, KSE ബോർഡിൻ്റെ. ആ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ആ പുളി ഒന്നൊന്നരാടെന്ന് പറയുന്ന പോലെ കായ്ക്കുന്നത്. അന്നേരം എല്ലാവരും വന്ന് പറിച്ചോണ്ട് പോകും, ആവശ്യക്കാരെല്ലാവരും. അത് കുറച്ചുകൂടെ ഉണ്ടെന്നാ പറഞ്ഞത്. എനിക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് നല്ല വറ്റായിട്ട് തരുന്നുണ്ട്. അങ്ങനെ തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം കേടില്ലാതെ 1-2 കൊല്ലത്തോളം. നമ്മളിപ്പോൾ ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കുന്നത് ഇതുപോലത്തെ തന്നെ പുളിയാണ് അതെ അതെ അല്ലേ? ഇതുപോലെ നല്ല പുളി അയച്ചു കൊടുക്കുന്നത്. ഇതിപ്പോ ഒരു 2 കൊല്ലത്തേനുണ്ട് എനിക്ക്. എപ്പോഴും ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ലോ. വല്ല തീയൽ കറിയോ സാമ്പാറോ ഒക്കെ വെക്കുമ്പോൾ മാത്രമല്ലേ നമ്മൾ ഇങ്ങനത്തെ പുളി ഉപയോഗിക്കുന്നുള്ളൂ. അല്ലാതെ മീൻകറിക്കൊക്കെ നമ്മൾ കുടംപുളിയല്ലേ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു 2 കൊല്ലത്തോളം ഉണ്ട്. ഉപ്പ് തിരുമ്മി ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒരു അത് 2-3 ഇട്ട് ഒന്നായിട്ട് ഇട്ടുന്നതിൽ നല്ലത് 2 അല്ലേ വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നത് അല്ലേ? അതെ അതെ. ഇതിപ്പോ ഇങ്ങനെ ഉരുട്ടി നല്ല ഭംഗിയായിട്ട് വെക്കുവാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് പൊതിഞ്ഞ് ടിന്നകത്ത് വെക്കുവാണെങ്കിൽ അവിടെ ഇരുന്നോളും. ആവശ്യത്തിന് ശകരിച്ച് എടുത്താൽ മതി. ഒരു ബോൾ പോലെ ആക്കി നല്ല വായു വെള്ളം വരുന്നുണ്ടല്ലേ? ഓ ഇല്ല, മോള് നേരത്തെ ഇത് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് എടുത്ത് ചുമ്മാ തിന്നുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾ അത് എടുക്കുക, നമുക്ക് ഇഷ്ടമല്ല. അതൊക്കെ ഒരു പ്രായത്തിലേ പുളിയുടെ ഒരു താല്പര്യം. നേരത്തെ വാങ്ങുമ്പോഴൊന്നും ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റത്തില്ല. ശ്രീകുട്ടനാണേലും പൊന്നുവാണേലും, പൊന്നിനായിരുന്നു പുളിയോട് ഏറ്റവും ഇഷ്ടം. മാങ്ങ പുളി പപ്പായ്ക്ക് അതൊക്കെ ഇഷ്ടമല്ല, എന്നാലും അവർക്കും അത് ഇഷ്ടമായിരുന്നു. ഇങ്ങനെ എടുത്തൊരു കവറിനകത്തോട്ട് ഭംഗിയായിട്ടാ വെച്ചേക്കാം. അതെ, അപ്പോൾ അതെല്ലാം എടുത്ത് ഭദ്രമായിട്ട് വെക്കുക. കളിക്കാനും നല്ലതല്ലേ? കളിക്കാന്ന് പറഞ്ഞാൽ എറിയുവാണെങ്കിൽ വീഴും, അത് ഉണ്ടാക്കട്ടേലും. അപ്പോൾ അതെല്ലാം എടുത്ത് ഭദ്രമായിട്ട് വെക്കുക. എനിക്ക് വെളിയിൽ ശാലം പരിപാടികളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഓട്ടോ നല്ല വൃത്തിയായിട്ട് പെയിൻ്റ് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഓട്ടോയുടെ ടെസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് പുത്തൻ വണ്ടി പോലെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. 5-6 ദിവസമായിട്ട് നമ്മുടെ ഓട്ടോക്കുട്ടൻ നമ്മുടെ മുറ്റത്തില്ലായിരുന്നു, വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടേക്കുമായിരുന്നു. പൊന്നു മോനു മാളു ഇവരെയൊക്കെയാണ് 5-6 ദിവസമായിട്ട് നമ്മൾ മിസ് ചെയ്തത്. എല്ലാവരും ചോദിച്ചു കേട്ടോ, നമ്മുടെ വീടിൻ്റെ വാതിക്കലെ ഓട്ടോ എന്തിയാന്ന്. ഒരു ചേച്ചിയാണ് വിളിച്ചിട്ട് ചോദിച്ചു, ഓട്ടോ എന്തിയാ കണ്ടില്ലല്ലോ, മുറ്റത്ത് 2 ദിവസമായിട്ട് ഇല്ലല്ലോ, എന്നാ പറ്റി, എവിടെ കൊണ്ടുപോയി എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അന്നേരം വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടപ്പം 3-4 ദിവസം അവിടെ കൊണ്ടിട്ടിട്ട് ഭയങ്കര പൊടിയാണേ. രാവിലെ കഴുകിവിടാം അല്ലേ? ഞാനിത് സർവീസ് ചെയ്തിട്ടാ വർക്ക്ഷോപ്പിൽ പെയിന്റ് അടിക്കാൻ കൊടുത്തു. ഇനിയിപ്പോൾ ഒന്ന് ഓടിച്ച് കഴുകി വിട്ടാൽ മതി. പിന്നെ 2 ദിവസത്തേക്ക് ടെസ്റ്റിങ്ങിന് കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് പണികൾ ചെയ്തു, നല്ല രീതിയിൽ പെയിന്റ് ചെയ്തു. ഞാൻ ലബ്ബക്കട കൊണ്ടുപോയി, അവിടെ ഒരു നല്ല വർക്ക്ഷോപ്പുണ്ട്, അവിടെ കൊണ്ടുപോയാൽ പെയിന്റ് ചെയ്തത്. ശ്രീകുട്ടനെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചായിരുന്നു. ടെസ്റ്റിങ്ങിൻ്റെ സമയം ഡേറ്റ് എടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് ചെറിയ ചിലവുകളേ ഉള്ളൂ. ചെറിയ ചിലവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ആയതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ പറയുന്ന വലിയ കാറിന് അടിക്കുന്ന പോലെ പെട്രോളൊന്നും അടിക്കണ്ട. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തു. ഇനിയിപ്പം സന്തോഷം എടുത്ത് വരെ പോകണം അല്ലേ? സന്തോഷിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ വൈപ്പർ ലൈറ്റ് ഭാഗങ്ങളെല്ലാം നോക്കണം അനിയൻ്റെ അടുത്ത്. അപ്പോൾ അവന് ബാറ്ററി കടയാണല്ലോ. ബാറ്ററി കടയുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവൻ അറിയാം കേട്ടോ. ചെയ്യണം. മൊത്തം ഒന്ന് ഒഴിച്ചേ, നമുക്കിവിടെ വെള്ളം കുറവായതുകൊണ്ടായി കോരി ഒഴിച്ചേ കഴുകുന്നത്. അല്ലെ പിന്നെ പമ്പൊക്കെ എടുത്ത് വെച്ച് അങ്ങ് ചീറ്റിച്ച് വിടത്തേ ഉള്ളൂ അല്ലേ? അതെ, സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ 1,500 രൂപ ആവും. ഓ, നമുക്കിപ്പോൾ ഇതിൻ്റെ ഈ പഴുതായ മാത്രമേ ചെലി പിടിച്ചിട്ടുള്ളൂ. അതവർ ആ വർക്ക്ഷോപ്പിൽ കിടന്നപ്പോൾ പൊടി അടിച്ചതാ. അപ്പോൾ അതൊന്ന് ഷാമ്പു കിട്ടി കഴുകി വൃത്തിയാക്കാം. അപ്പോൾ ശ്രീകുട്ടൻ കഴിഞ്ഞ വർഷം കൊണ്ടുപോയി എല്ലാം ചെയ്തതാണ്. ഈ പ്രാവശ്യം എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചു. എനിക്കാണെങ്കിൽ ഇതിൻ്റെ പകുതി പരിപാടി അറിയത്തില്ല. വണ്ടി ഓടിക്കുമെന്നുള്ളതല്ലാതെ ഇതിൻ്റെ പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. എല്ലാം വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്ത് അവൻ വിളിച്ചൊക്കെ പറയും. അങ്ങനെയൊക്കെ ചെയ്തു. ശ്രീകുട്ടന് ഒരു പ്രത്യേക ഇത് തന്നെയാണ് കേട്ടോ. എന്നാന്ന് വെച്ചാലോ, വണ്ടിയുടേതായ എല്ലാ കാര്യങ്ങളും അവനറിയാം. എന്താ മാറണ്ടേ, എന്താ ചെയ്യണ്ടേ, എവിടെയാണ് കൊണ്ട് കൊടുക്കണ്ടേ, എല്ലാ കാര്യങ്ങളും അവനറിയാം കേട്ടോ. അവൻ സ്വന്തമായിട്ട് ഈ ഓട്ടോ ആദ്യമായിട്ട് എടുത്തപ്പം അതേപ്പറ്റി എല്ലാം അവൻ ഇരുന്ന് പഠിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം അവൻ നല്ലോണം മനസ്സിലാക്കി. ബൈക്കിൻ്റെ ആണേലും എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഏതാ ചെയ്യേണ്ടതെന്നൊക്കെ അവന് നന്നായിട്ട് അറിയാം കേട്ടോ. എല്ലാ കാര്യങ്ങളും അവൻ പഠിച്ചു വെച്ചേക്കുവാണ്. ഓരോ കാര്യങ്ങളും വിളിച്ചു പറയും. പപ്പ ഇന്നടുത്ത് കൊടുക്കണം, ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് അവൻ അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചു പറയും. ആൾക്കുട്ടിയും കൂടുന്നതായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കഴുകിയത്. അതുപോലെ ഇനിയിപ്പോൾ ഷാമ്പു കിട്ടേ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയൊക്കെ ഇടാം. കഴുകി ടെസ്റ്റിങ് കഴിഞ്ഞ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 2 വർഷത്തേക്ക് നമ്മൾ പിന്നെ ഒന്നും പറയണ്ട. പിന്നെ ടയർ കട്ടായി ചെയ്യുവോ ഓയിൽ മാറുവോ ഒക്കെ ചെയ്താൽ മതി. അതെ,
ഒരുപാട് പേര് ഇത് കൊടുക്കുന്നുണ്ടോ? കാരണം നമ്മളിത് ടാക്സി ഒന്നും ഓടുന്നില്ല, ഇവിടെ തന്നെ ഇട്ടേക്കുന്ന കണ്ടപ്പം വണ്ടി കൊടുക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് ആക്കാം. പ്രൈവറ്റ് ആക്കുവാണെങ്കിൽ നമുക്കൊരു 10-20,000 രൂപ മുടക്കേ ഉള്ളൂ, പിന്നെ ഒരു 5 കൊല്ലത്തേന് നമ്മളൊന്നും ചെയ്യണ്ട. അപ്പോൾ അവൻ പറഞ്ഞ് പ്രൈവറ്റ് ആക്കണ്ട, അങ്ങനെ കിടക്കണം, ടാക്സി തന്നെ ആയിട്ട്. ഇപ്പം ടാക്സി വണ്ടിക്ക് ഓട്ടോയ്ക്ക് എല്ലാ ജില്ലയിലും പോകാം. മറ്റേത് നമ്മുടെ ജില്ല വിട്ട് ഇടുക്കി ആണെങ്കിൽ ഇടുക്കി ജില്ല വിട്ട് വേറെ ജില്ലയിൽ പോകണേ പെർമിറ്റ് എടുക്കണം. ഇപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, എവിടെ വേണമെങ്കിലും പോകാം അല്ലേ? എവിടെ വേണമെങ്കിലും പോവാം. നമുക്ക് വളരെയധികം ചെലവുകൾ കുറവുണ്ട്. കാറിന് പോകുന്നവരുള്ള ഒരു ചിലവൊന്നുമില്ല. അപ്പം നമുക്ക് ഇത് തന്നെ മതി. എന്തായാലും നമ്മളിപ്പം നമ്മുടെ ഈ കിട്ടിയിട്ട് ഇപ്പം 3 കൊല്ലം കഴിഞ്ഞല്ലേ? 3 കൊല്ലം ആകുന്നു. 3 വർഷം കഴിഞ്ഞ് ഒത്തു കിട്ടിയ വണ്ടിയാണ്. നമുക്ക് വലിയ പണികളോ കാര്യങ്ങളോ ഒന്നും ഈ പറയുന്ന പോലെ വന്നില്ല. പിന്നെ ഈ പ്രാവശ്യം നമുക്ക് ടെസ്റ്റിങ് പണി എല്ലാം കൂടെ വന്നപ്പോൾ 10-20,000 രൂപ ചെലവുണ്ട്. ടെസ്റ്റിങ് വരുമ്പോൾ എല്ലാ വണ്ടിക്കാർക്കും അങ്ങനെയാണ്. അതിന്റെ വർക്കുകളെല്ലാം ചെയ്യണം, എല്ലാം ക്ലിയർ ആയിരിക്കണം. ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല അല്ലേ? ടെസ്റ്റിന് ചെല്ലുമ്പം എല്ലാം നല്ല കംപ്ലീറ്റ് ആയിരിക്കണം. എന്നാ കഴിക്കോളേ. പിള്ളേര് നടക്കുന്ന കണ്ടപ്പം പപ്പായ്ക്കൊരു മോഹം അങ്ങനെ നടക്കണം കേട്ടോ. ദേ അടുത്ത സ്റ്റൈലി വരുന്നുണ്ട്. അടിപൊളി. ഇതാര്? അടുത്തത് പപ്പായും സയണും കൂടെ കേട്ടോ. അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പപ്പായ്ക്ക്. ഇന്ന പോലെ ചെയ്യണം, ഇന്ന പോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുവാണ്. റെഡി, ആക്ഷൻ, ക്യാമറ, പോരട്ടെ. വരുന്നുണ്ട് കേട്ടോ. ചിരിച്ചേ, ഒന്ന് ചിരിക്ക്, തമാശ പറയൂ പപ്പ, തമാശ പറയൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, കണ്ണ് വെക്കുമ്പോ 2 കൈയും വെക്കരുത്. ഒരു വെച്ചിട്ട് ഉടനെ മറ്റേ കൈ താഴ്ത്തിക്കോ. പതുക്കെ വന്നാ മതി, പയ്യെ 1000 ഫോട്ടോ എടുത്തോളാം. പതുക്കെ വാ. റെഡിയാണോ? ഇപ്പഴേ തുടങ്ങിക്കോ, പതുക്കെ പോലെ. ഒരു സ്റ്റെപ്പ്, ഒറ്റ സ്റ്റെപ്പ്. അങ്ങോട്ടൊക്കെ നോക്കി അങ്ങനെ പോലെ. പതുക്കെ. തമാശക്ക് കല്യാണത്തിന് ചിക്കൻ ബിരിയാണി വളമാൻ പോകുന്നു. കല്യാണത്തിന് എന്താ വളമാൻ പോകുന്നത്? മോര് കാച്ചിയത് കണ്ണാടി വെച്ച പതുക്കെ. വയറൊക്കെ അകത്തോട്ട് വെക്ക്. നോക്കി ഒരാള് പതുക്കെ ആവശ്യോ മൂവ് ചെയ്തു. പപ്പയോട് ഒരുമിച്ച് മൂവ് ചെയ്താ കണ്ണാടി കൈ വിട്. പതുക്കെ ഇവിടത്തൊക്കെ നോക്കി, കാലപ്പിന് തട്ടിക്ക്. കാല് ചുമ്മാ തട്ട്. അങ്ങനെ തന്നെ തട്ടി വിച്ചു വിടുന്ന തട്ടിക്ക്. ഇപ്പഴത്തേക്ക് അന്ന് നേരെ നോക്ക്, നേരെ നോക്കിട്ട് നേരെ നോക്കി, ഫ്രെയിമിൽ നോക്ക്. അവിടെ നിൽക്കുക. അതിന് 2 സൈഡ് നിൽക്കുന്നത്, 2 സൈഡ് മാറി നിൽക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തനം പറഞ്ഞു. അങ്ങനെ പിടിച്ചു. പാട്ടി ഫ്രെയിം പോകണ്ട, പതുക്കെ മതി. ഫ്രെയിം പോകണ്ട. മിച്ചൂടെ ബാക്കിലേക്ക് ഒന്ന് പോക്കെ, പുറത്തിലേക്ക് ഒന്ന് പോയി, ചെറുതായിട്ട് ബാക്കിലേക്ക് നോക്കി. ചെറുതായിട്ട് ഫ്രെയിം ഒട്ടാതെ. അയ്യോ, അമ്മേനെ എടുക്കുന്നോ? നിങ്ങളൊന്ന് അട്ടഹസിച്ചിരി, ഭയങ്കര തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കത്തില്ല. എങ്ങനെയാ എന്തെങ്കിലും പപ്പയ്ക്ക് നേരത്തെ പറഞ്ഞ സാധനം മേടിച്ചു കൊടുക്കട്ടെ? പപ്പയ്ക്ക് നേരത്തെ പറഞ്ഞ സാധനം മേടിച്ചു കൊടുക്കട്ടെ? പപ്പയ്ക്ക് നേരത്തെ പറഞ്ഞ സാധനം നോക്കട്ടെ എങ്ങനെയാ വന്നേക്കണേ. എല്ലാരും പക്ഷെ എനിക്കൊന്ന് ഇച്ചിരി കൂടെ നടന്നോ. നിങ്ങളെ പതുക്കെ ധൃതി വന്നിട്ടുണ്ട. ഒന്ന് ജസ്റ്റ് കാലൊക്കെ തട്ടിക്കോ. കണ്ണാടി വെച്ചോ. കൊള്ളാം. കണ്ണാടി വെക്ക്. പതുക്കെ സ്പീഡ് കുറയ്ക്ക്. എന്തിനാ സ്പീഡ്? എങ്ങോട്ട് വരുമോ നീ? ചോറ് പിന്നെ തരാം. ചോറ് പിന്നെ തരും. പതുക്കെ സ്പീഡ് കുറച്ചോ. അങ്ങനെ ഇങ്ങോട്ട് നോക്കിയോ. ഇപ്പഴത്തേക്ക് എന്റെ കയ്യിലേക്ക്. പോട്ടെ. നടന്നോ, ഇങ്ങോട്ട് നടന്നോ. പോട്ടെ. എടുത്തോ. പോട്ടെ. പതുക്കെ. പോട്ടെ. നിന്നോ. മതി. പോട്ടെ. പോട്ടെ. നീ ഇവിടെ നിന്ന് നല്ലൊരു പോസായിരുന്നത്. നീ അങ്ങോട്ട് നോക്കി നിന്നോ. ചിരിച്ച് വേണമെങ്കിൽ ഇലയിൽ തൊടുവോ. മുഖം മറി.
വേറെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഇട്ടോ നീ? അല്ല ഫുള്ളില്ല. നീ ഇലയിൽ പിടിക്കുന്നതോ അല്ലെങ്കിൽ മേളിലേക്ക് നോക്കുന്നതോ ആശ്ചര്യം കാണുന്നതോ. ആശ്ചര്യം വരട്ടെ മുഖത്ത്. ആശ്ചര്യം. പപ്പ ഒന്ന് ആശ്ചര്യം കാണിച്ചു കൊടുത്തോ. പപ്പ കാണിച്ചു ഒന്നും കൂടെ. അവളുടെ അടുത്ത് പോയി കാണിച്ച്. ആശ്ചര്യം. ഇപ്പൊ കാണിച്ചോലെ കാണിച്ചു ആശ്ചര്യം. ആശ്ചര്യം. ഫ്രെയിമിലേക്ക് അല്ല ഇങ്ങോട്ട് കൊച്ചിന്റെ അടുത്തേക്ക് നീക്കി ഫ്രെയിം ഇച്ചോടാ. ഫ്രെയിം കാണിച്ചു. ആശ്ചര്യം കാണിച്ചു. ആശ്ചര്യം. എടി നീ അങ്ങോട്ട് നോക്കിക്കോ. നീ നേരത്തെ നോക്കിയ പോലെ പപ്പ വേണമെങ്കിൽ കണ്ടിട്ട് ആശ്ചര്യപ്പെടുന്നു. ചുമ്മാ കാണിച്ചു. എന്തിനാ നാച്ചുറൽ കാണിച്ച്. നിങ്ങൾ എന്റെ വർത്താനം ചിരിക്കും. എന്തെങ്കിലും ചെയ്തേ. ആശ്ചര്യം. ഇങ്ങോട്ട് പപ്പട ഫേസ് കണ്ട ചിരിച്ച്. പപ്പ ഇപ്പൊ കാണിച്ച പോലെ ഇങ്ങനെ കാണിക്കുമ്പോ നീ ചിരിക്ക്. കണ്ട ഇപ്പൊ നിങ്ങൾ അഭിനയിച്ചോണ്ടിരിക്കുക. ഉമ്മ കൊടുത്തോ. പതുക്കെ കൊടുക്ക. നിങ്ങൾ എവിടെ പോവാ? ചോറിനാണോ? പതുക്കെ. ഇത് റെഡിക്കോ. അമ്മ ഒന്ന് പോക്കോ. ഫ്രെയിമിലേക്ക് പോക്കോ. അമ്മയല്ല ഫ്രെയിമിലേക്ക് പോക്കോ. ചെല്ല്. അമ്മ കൊടുത്തോ. ഫ്രെയിം പതുക്കെ കൊടുത്തോട്ടെ. ധൃതി വെക്കരുത്. നീ കൊടുത്തേടി. അതിന് പപ്പ അപ്പുറം പോക്കെ. പപ്പ ഒന്ന് അപ്പുറ സൈഡിൽ നിന്ന് രണ്ടുപേരുടെയും നിന്ന് ശരി ബരാ. അല്ല ഇപ്പറ അവളെ നടക്കരുത്. കൊച്ചിനെ നടക്കരുത്. അന്നാ കൊടുത്തോ. എന്നാ ഉമ്മ രണ്ട് സൈഡ് ഉമ്മ വെച്ചോ. പതുക്കെ കൊടുത്തോ. ഉമ്മ കൊടുത്തിട്ട് ജഗ. എടി എന്നെ കൂടെ കൂട്ടിയെടുക്കുമായിരുന്നു. അതിനല്ലേ എന്നോട് കൂട്ടിയെടുക്ക് അവിടെ. ഇനി എന്നോട് കൂട്ടിയെടുത്താ അവരെ. അമ്മ കണ്ണാടി വെക്കുമ്പോ മുഖം മറക്കരുത്. പതുക്കെ ആ ഒരു ഇത് വേണം മുഖം കിട്ടണ ഫോട്ടോയില്. അപ്പൊ പതുക്കെ നടന്നാ മതി. ട്രൈ ചെയ്യാം. നമുക്ക് പറ്റും. പോട്ടെ പതുക്കെ. അത് തന്നെ സാധനം പോട്ടെ. മേളിലേക്ക് നോക്കി. പതുക്കെ മേളിലേക്ക് സൈഡിലേക്ക് സ്ലോയില് പതുക്കെ. സാധനം പോട്ടെ. അത് തന്നെ അമ്മ അങ്ങനെ വന്നാ മതി. പതുക്കെ മതി. ഇതാണ് നീ പറഞ്ഞ കക്ഷി. ഹലോ മാഡം, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. എന്റെ മേത് തുടരുത് കൊരങ്ങൻ. എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? മേളിലേക്ക് നോക്കിയേ. ഇങ്ങോട്ട് മേളിലേക്ക് നോക്കി. അങ്ങോട്ട് നോക്കി. ഇങ്ങോട്ട് നോക്കിയേ. മേളിലേക്ക് നോക്കിയേ. താഴത്തേക്ക് നോക്കിയേ. എവിടെയെങ്കിലും നോക്കിയേ. ഇഷ്ടപ്പെട്ടു. മനസ്സിൻ